എനിക്ക് ഇത്ര നാളെ യൂറിൻ മോഷന് പോകാൻ മാത്രമേ ഇത് കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ കാല് തളർന്ന പോലെ. പിന്നെ എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ആഗ്രഹവും. എനിക്ക് താഴെ 3 പേരാണ്. ഒരനിയൻ 2 അനിയത്തിമാരും. അവരെയും പഠിപ്പിക്കണം. എനിക്ക് വലുതാണ് ഇങ്ങനെ നഴ്സിംഗ് എടുക്കണമെന്നാണ് ആഗ്രഹം. എനിക്കിനി പഠിക്കണം, തുടർന്ന് പഠിക്കാൻ ഭയങ്കര ആഗ്രഹവും. എനിക്ക് നിങ്ങൾക്ക് ശരിയാക്കിയിട്ടാണ് പോവാനായിട്ട് സ്കൂളിൽ. എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും എൻ്റെ ചേച്ചിയെ സഹായിക്കണം. എൻ്റെ മോളെ എനിക്ക് സ്കൂളിൽ വിടണം. വേറൊരു നിവർത്തിയില്ല ഞങ്ങൾക്ക്. അവളെ പഠിപ്പിക്കണം. നിങ്ങൾ സഹായിച്ചാൽ എൻ്റെ മോൾക്ക് ഇനി സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ കൈവിടരുത്. എൻ്റെ മോളെ പഠിപ്പിക്കണം എനിക്ക്. അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷഹീൻ കെ മൊയ്തീനാണ്. നമ്മളെല്ലാവരുടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ജെനിഫർ എന്ന് പറയുന്ന പ്രിയങ്കരിയായ 14 വയസ്സുള്ള 9ാം ക്ലാസ്സുകാരിക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഈ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെടേണ്ട ബാല്യമല്ല ജെനിഫറിൻ്റെത്. അവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നമ്മളോട് പങ്കുവച്ചൊരു ആഗ്രഹം എന്ന് പറയുന്നത് പഠിച്ചു വലുതായി നേഴ്സാകണമെന്നുള്ളൊരു ആഗ്രഹവും വീട്ടിലെ ബുദ്ധിമുട്ടുകളെല്ലാം അറിയാവുന്ന ഒരു പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മുമ്പിൽ സഹായത്തിനായിട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ജെനിഫറിന് 14 വയസ്സാണ് പ്രായം. ജനിച്ച് 2ാം മാസത്തിൽ തന്നെ സ്പൈനൽ കോഡിന് ഒരു ഗുരുതരമായ തകരാറ് കണ്ടുപിടിക്കപ്പെടുകയും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അന്ന് തന്നെ ഒരു സർജറി ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനെ തുടർന്ന് ഒരു തകരാറ് സംഭവിച്ച് ജെനിഫറിന് യൂറിനും മോഷനും പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അന്ന് മുതൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അതിന്റെ ട്രീറ്റ്മെന്റുകൾ ഒരു സൈഡിൽ കൂടി നടന്നു പോകുമ്പോഴാണ് 2 മാസങ്ങൾക്ക് മുമ്പ് ഡിസംബർ ആദ്യ വാരത്തിൽ ജെനിഫറിന് വീണ്ടും സ്പൈനൽ കോഡിന് ഗുരുതരമായ തകരാറ് സംഭവിച്ചു. കാലിന് ഒരു കാല്, ഇടത്തെ കാല് അനക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഈ വീട്ടിൽ കഴിയപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇതുവരെ പഠിക്കാൻ ഒക്കെ മിടുക്കിയായിരുന്ന എല്ലാ കാര്യങ്ങളും സ്കൂളിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ സജീവമായി പങ്കെടുത്തിരുന്ന ജെനിഫർ എന്ന് പറയുന്ന ഈ മോളെ സഹായിക്കാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരണം. നിങ്ങൾ കണ്ടാൽ വല്ലാത്തൊരു നൊമ്പര കാഴ്ചയാണ്. ജെനിഫറിന്റെ മുടിയൊക്കെ പോയിട്ട് കാലൊക്കെ അനക്കാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജെനിഫറിന് മുടിക്കും ഇപ്പൊ പല്ലുകളൊക്കെ ഇങ്ങനെ ദ്രവിച്ചു പോകുന്ന അവസ്ഥയിൽ ഹോർമോണിന്റെ തകരാറ് പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ടെസ്റ്റുകളും ചികിത്സയും വേറെ നടക്കണം. പ്രിയമുള്ളവരെ, 10 ലക്ഷം രൂപ നമുക്ക് സമാഹരിക്കണം. എല്ലാവരും കൂടി ഉണ്ടാവും. ഈ നാട്ടുകാരോടൊപ്പം, ഈ കുടുംബത്തിനോടൊപ്പം, ഈ അനിയത്തി കുട്ടികളുടെ ഒപ്പം. ഒരു കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പൊ ഗൂഗിൾ പേയിലൊക്കെ നിരന്തരമായ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ മോളുടെ അമ്മയുടെയും അപ്പച്ചന്റെയും അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ സഹായങ്ങൾ അയച്ചു നൽകേണ്ടത്. മാക്സിമം അക്കൗണ്ട് വഴി അയക്കാൻ ശ്രമിക്കണം. കാരണം തടസ്സങ്ങൾ നേരിട്ട് ടീമുകളുടെ സഹായം കിട്ടാത്തൊരവസ്ഥ വന്നു ചേരരുത്. അപേക്ഷയാണ്. സഹിക്കാൻ പറ്റാത്തത് ഇവളുടെ മുടി കാണുമ്പോൾ. ഇവൾക്ക് പഠിക്കാൻ പോണം. നമ്മളല്ലാണ്ട് വേറെ ആരുമില്ലേ കുട്ടിക്ക്. നമുക്ക് പറ്റുന്ന രീതിയിൽ മോൾക്ക് വേണ്ടുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. എനിക്ക് നല്ല വിഷമമുണ്ട് മോളെ നിർത്തിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ. എനിക്കും കുഞ്ഞുങ്ങളുള്ളതാണ്. പക്ഷെ പറയാതെ നിവൃത്തിയില്ല. അപ്പോ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കും. അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാനിപ്പോ ആലങ്ങാട് പഞ്ചായത്തിലെ 2ാം വാർഡിലാണ്. ജെനിഫർ എന്ന ഈ ഒരു പൊണ്ണു മോളുടെ ചികിത്സക്ക് സാമ്പത്തികമില്ലാത്തതിന്റെ പേരിലാണ് ഇന്ന് ഇവിടെ ഷൈനടക്കം മറ്റുള്ള ജനപ്രതികളടക്കം അതോടൊപ്പം നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്നത്. ഇവിടെ ലിജോ അതുപോലെ മായ 3 പെൺകുട്ടികളാണ് ഈ കുടുംബത്തിന്. 2 അറ്റാക്ക് കഴിഞ്ഞിട്ട് പോലും അതുവരെയും തുടർ ചികിത്സക്ക് സാമ്പത്തികമില്ലാത്തതിന്റെ പേരിലുള്ള കുടുംബമാണിത്. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന സുമനസ്സുകളായ നല്ലവരായ ജനങ്ങളും പ്രത്യേകിച്ച് പ്രവാസികളും ഈ കുടുംബത്തിന് ഏറ്റെടുത്ത് നിങ്ങളുടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ മക്കളോടാണ്. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ പൊന്നുമോള് മറ്റുള്ള നമ്മുടെ മക്കളെ പോലെ സ്കൂളിലും മറ്റു കുട്ടികളുടെ കൂടെ കളിച്ചു നിൽക്കേണ്ട മകളാണ്. അതുപോലെ ജെനിഫറിന് വേണ്ടി ഇവിടെ ഒരു ജനീയ കമ്മിറ്റിയോട് കൂടിയുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമ്മിറ്റിക്കാരും മറ്റുള്ളവർക്ക് പറയും. അതുകൊണ്ട് വീഡിയോ കാണുന്ന സുമനസ്സുകൾ എല്ലാവരും ഈ കുഞ്ഞിനെ ഓർത്ത് നിങ്ങളുണ്ടാവുന്ന സഹായം പ്രതീക്ഷിക്കുന്നതോടെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫാദർ ജോമോൻ. ഞാൻ സെന്റ് മേരീസ് ഇടവക്കാരനാണ്. നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ജെനിഫർ എന്ന് പറഞ്ഞ കൊച്ചിന് ഒരു ഇത്രയും അത്യാവശ്യത്തിൽ വരുമ്പോൾ നമ്മൾ നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ കൂടെ ആയിരിക്കേണ്ടത്. നമ്മളെല്ലാവരും അതിന് കൂടെ പ്രത്യേകം സഹകരിക്കുന്നുണ്ട്. നിങ്ങളുടെ കഴിവിൻ്റെ വിധത്തിൽ എല്ലാവരും തന്നെ അതിന് കൂടെ ചേർന്ന് നിൽക്കുമെന്ന് താല്പര്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ പേര് യൂസുഫ് സക്കാഫി എന്നാണ്. ഞാൻ സേവനം ചെയ്യുന്ന മീർക്കോട് മഹല്ലിലെ ജെനിഫർ എന്ന് പറയുന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി വളരെയധികം ജനിച്ച നാൾ മുതൽ തന്നെ
വളരെയധികം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഉദാരമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു. ആ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെ, പൊന്നുമോളെ എല്ലാവരും ചേർത്ത് നിർത്തണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തും. പ്രിയമുള്ളവരെ, ഞാൻ ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ നീർക്കുഴി 2-ാം വാർഡ് മെമ്പറായ VB ജബ്ബാറാണ്. ആ കുട്ടിയുടെ അടിയന്തരമായ ശസ്ത്രക്രിയ നടത്താൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിന് വളരെയേറെ തുക ആവശ്യമായിട്ട് വരും. ആ തുക നമ്മുടെ നാട്ടിലെ ഉദാരമതികളും വളരെയേറെ സഹായിക്കുന്നവരുമായ ആളുകൾ നൽകി ആ കുടുംബത്തെയും ആ കുട്ടിയെയും സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ KV പോൾ, എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നീർക്കോട് സ്വദേശിയായ ജെന്നിഫർ എന്ന് പറയുന്ന 9-ാം ക്ലാസ്സുകാരി പെൺകുട്ടി ജനിച്ച കാലം മുതൽ തന്നെ ആ കുട്ടി ഗുരുതരമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ശസ്ത്രക്രിയ നടത്താതെ ഈ കുട്ടിക്ക് അധികകാലം ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ നൽകിയിട്ടുള്ള നിർദ്ദേശം. അതുകൊണ്ട് അടിയന്തരമായി ഈ കുട്ടിയെ ഓപ്പറേഷന് വിധേയമാക്കാനുള്ള അതിന് വേണ്ടുന്ന സഹായം സുമനസ്സുകൾ നൽകി ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നപേക്ഷിക്കുന്നു.